ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജെറോദ എന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. അതിൻ്റെ കൈറ്റ് എന്നാണ് അവിടെ ആപ്ലിക്കേഷൻ്റെ പേര്. അത് തുറക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇൻ്റർഫേസിൽ ആദ്യം റിസ്ക് ഡിസ്ക്ലോഷർ കാണിക്കും. അത് ഐ അണ്ടർസ്റ്റാൻഡ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഇവിടെ നമ്മൾ ഫസ്റ്റ് കാണുന്നത് വാച്ച് ലിസ്റ്റ് ആണ്. ഇതിനകത്ത് വാച്ച് ലിസ്റ്റിനകത്ത് ഞാൻ കുറച്ച് സ്റ്റോക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് പുതിയൊരു സ്റ്റോക്ക് ഇതിനകത്ത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ആൻഡ് ആഡ് ഓപ്ഷൻ കൊടുക്കുക. സെർച്ച് ആൻഡ് ആഡ് ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ എനിക്ക് ടാറ്റ കെമിക്കൽസ് അല്ലെങ്കിൽ ടാറ്റ എലക്സി ആണ് വേണ്ടതെന്ന് വെച്ചു. ഇതാ ടാറ്റ എലക്സി ഫസ്റ്റ് കിടപ്പുണ്ട്. ഇപ്പോൾ അതിൽ BSE എന്ന് എഴുതിയിട്ടുണ്ട്, തൊട്ട് താഴെ NSE എന്നുണ്ട്. അപ്പോൾ രണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തതാണ് കാണിക്കുന്നത്. എനിക്കിപ്പം BSE ആണ് വേണ്ടതെങ്കിൽ ഞാൻ BSEയിൽ പ്ലസ് ക്ലിക്ക് കൊടുക്കും. എന്നിട്ട് ഞാനിത് ബാക്ക് എടുക്കുമ്പോൾ ഇതാ എൻ്റെ ഈ വിഷ് ലിസ്റ്റിനകത്ത് ഏറ്റവും താഴെ കിടപ്പുണ്ട് ടാറ്റ എലക്സി. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ BSEയിലെ ലാസ്റ്റ് നടന്ന ട്രേഡ് എന്ന് പറയുന്നത് 7266 രൂപ 15 പൈസയാണ്. അതിൽ ബൈ സെൽ ഓപ്ഷൻ ഉണ്ട്, വ്യൂ ചാർട്ട് ഉണ്ട്, സെറ്റ് അലേർട്ട് കിടപ്പുണ്ട്, ആഡ് നോട്ട് പുതിയ ഫീച്ചർ വന്നാണ്, പിന്നെ ക്രിയേറ്റ് GTT, ഗുഡ് ടിൽ ട്രിഗർ എന്ന ഓപ്ഷനാണത്. പിന്നെ ഇതിനകത്ത് ട്രേഡിംഗ് ഡേ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിഡ് എത്രയുണ്ടെന്ന്, ഓഫേഴ്സ് എത്രയാണെന്ന് അറിയാൻ പറ്റും, ഡേയ്സ് റേഞ്ച് അറിയാൻ പറ്റും, എത്ര വോളിയം ട്രേഡ് ചെയ്തിട്ടുണ്ട്, ആവറേജ് ട്രേഡ് പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ അതിൽ ഫണ്ടമെന്റൽസും ടെക്നിക്കൽസും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ ഇവിടെ അടുത്ത ഞാനിപ്പോൾ 2, 3, 4 എന്നൊക്കെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിനകത്തൊക്കെ വാച്ച് ലിസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ ഒരു ഓർഡേഴ്സ് എന്ന സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട്, അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും പെൻഡിങ് ഓർഡേഴ്സ് അതിൽ കാണിക്കും. എക്സിക്യൂട്ടഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം നമ്മൾ ഓർഡർ കൊടുത്തിട്ട് എക്സിക്യൂട്ട് ആയത് കാണിക്കും. പിന്നെ GTT കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും, ബാസ്ക്കറ്റ് കാണിക്കും. ഓക്കെ, പിന്നെ SIP, പിന്നെ അലേർട്ട്, ഇത്രയാണ് ഇതിൽ കാണിക്കുക. പിന്നെ പോർട്ട്ഫോളിയോ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്രോഫിറ്റ് എത്ര എന്നുള്ളത് കാണിക്കും. ഈ ഡേയ്സ് P&L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം അതിൽ എത്ര പ്രോഫിറ്റ് ആണ് ലോസ് ആയെന്ന് ഇവിടെ കാണിക്കുന്നതാണ് ഡേയ്സ് P&L. P&L എന്ന് പറഞ്ഞാൽ എൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് ലോസ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ കുറേ സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ ആ സ്റ്റോക്കുകളിൽ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ 24 ഹോൾഡിംഗ് ഉണ്ട്. 24 ടൈപ്പ് സ്റ്റോക്കുകൾ, 24 സ്റ്റോക്കുകൾ എൻ്റെ ഉണ്ട്. ആ 24 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇതിൽ കാണിക്കുന്നത്. ചിലത് പ്രോഫിറ്റ് ആവും, ചിലത് ലോസ് ആവാം. പക്ഷെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്രോഫിറ്റിലേക്ക് വരും. നല്ല സ്റ്റോക്ക് നോക്കിയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്തിടേണ്ടത്. പിന്നെ പൊസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം നമ്മൾ വാങ്ങുകയോ വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിൽ കാണിക്കും. ആ ദിവസം നമ്മൾ വാങ്ങിയ സ്റ്റോക്കിൽ പ്രോഫിറ്റിൽ പോയോ ലോസിൽ പോയോ എന്നൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഇവിടെ ബിഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈലിനകത്ത് എൻ്റെ അക്കൗണ്ട് ബാലൻസ്, ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും, സെറ്റിങ്സ് ഒക്കെ അറിയാൻ പറ്റും.